ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പോൾ ഇടവേളയിൽ താങ്കൾ പറഞ്ഞു ഒരു കൺസോർഷ്യം വഴിയാണ് ഈ ഓപ്പറേഷൻ മൊത്തം എന്നുള്ളതല്ലേ. കൺസോർഷ്യത്തിൻ്റെ US-ലുള്ള ഏജൻറ്റ് ആര്, അല്ലെങ്കിൽ കമ്പനി ഏത്, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള കമ്പനി ഏത്, അതിലൊരു വ്യക്തത വേണം ഈ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ. ഈ ശ്രീ അനിൽ, കൃത്യമായി നമ്മൾ ഇതിനെ വിശകലനം ചെയ്യണമെങ്കിൽ ഈ പറയുന്ന കൺസോർഷ്യത്തിൻ്റെ ഫുൾ പേര് കൺസോർഷ്യം ഫോർ ഇലക്ഷൻ ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ സ്ട്രെങ്തനിങ്, ഇതിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ് USAIDൻ്റെ ഒരു സബ്സിഡിയറിയാണ്. ആ കൺസോർഷ്യം എന്ന് പറയുമ്പോൾ പല ആക്ടേഴ്സ് ചേർന്ന് രൂപീകരിക്കുന്ന ഒരു സംവിധാനമാണ്. ആ കൺസോർഷ്യത്തിന് അമേരിക്കയിൽ അതിന് ഫണ്ട് എത്തിച്ചത് ഇവിടെ നിന്നാണ്. ആ ഫണ്ട് ഇന്ത്യയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് എത്തിച്ചേർന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കൈകളിലല്ല, മറിച്ച് പല സന്നദ്ധ ഏജൻസികളാണ്. അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഏജൻസികൾ ഏതൊക്കെ, ഇതിനെക്കുറിച്ച് സ്ഥിരീകരണം ഉണ്ടാവണം. അങ്ങനെയെങ്കിൽ ആ ഏജൻസികൾക്ക് ലഭിച്ച പണം ആർക്കാണ് എത്തിച്ചേർന്നത്, എൻഡ് യൂസേഴ്സ് ആരാണ്, അവരുടെ മോട്ടീവ്സ് എന്താണ്. ഇപ്പോൾ ആരോപണമായി വന്നിരിക്കുന്നത് 86ഓളം രാഷ്ട്രീയ നേതാക്കൾക്കും മാധ്യമ പ്രവർത്തകർക്കും ആ പണം എത്തി എന്നാണ്. അവർ ഈ ജനാധിപത്യത്തിൻ്റെ സ്ട്രെങ്തനിങ്ങിന് വേണ്ടി, ഒരുപക്ഷെ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ പാർട്ടിയുടെ പ്രചരണ ഉപാധികൾ ശരിയാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭങ്ങൾ നയിക്കാൻ വേണ്ടി, അവിടെയാണ് അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ, എത്തിയെന്ന് തെളിയിക്കാനുള്ള തെളിവുകളാണ് ആവശ്യം. അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ, ഒന്ന് രാഷ്ട്രീയ കക്ഷികൾക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അവർ പ്രക്ഷോഭകാരികളിലേക്ക് നുഴഞ്ഞു കയറിയിരിക്കാം. അത് തന്നെയാണ് ബംഗ്ലാദേശിൽ സംഭവിച്ചത്. ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾക്ക് ലഭിച്ച പണം അത് ആ ഒരു പ്രക്ഷോഭകാരികളിലേക്ക് കടന്നു കയറാൻ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ വന്ന പ്രക്ഷോഭം, ആ പ്രക്ഷോഭം നിർദോഷമായി തുടങ്ങിയൊരു പ്രക്ഷോഭമാണ്. ആ പ്രക്ഷോഭത്തിൻ്റെ ഇടയിലേക്ക് വലിയ തോതിൽ പണം എത്തുകയും വളരെ എനർജറ്റിക്കായിട്ട് അവിടുത്തെ യൂത്ത് സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തിൽ അണിചേരുകയും ഒക്കെ ചെയ്തു. അവർ അറിയുന്നില്ല ഈ പണം എവിടെ നിന്ന് വരുന്നു എന്ന് പ്രക്ഷോഭകാരികൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല. അത് ചാനലൈസ് ചെയ്യുന്ന കൺസോർഷ്യം ഏജൻസീസ് ഉണ്ടാകും. അത് ബംഗ്ലാദേശിൽ വർക്ക് ചെയ്തു. 2023 മുതൽ 25 വരെ, അല്ലെ 22 മുതൽ 25 വരെ 3 വർഷ കാലാവധിയിലാണ് ഈ എനിക്ക് തോന്നുന്നത് ബംഗ്ലാദേശിനെ കുറിച്ച് ട്രംപ് പറഞ്ഞ കണക്ക് 29 മില്യൺ എന്നാണ്. അപ്പം ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ആർട്ടിക്കിൾ ഞാനും കണ്ടതാണ്. അതിനകത്ത് 21 മില്യൺ തന്നെയാണ് ബംഗ്ലാദേശിനും ഇന്ത്യക്കും. അത് മാറിപ്പോയതാണ്. അത് ഒറ്റ ഫണ്ടേ ഉള്ളൂ ബംഗ്ലാദേശിനും ഇന്ത്യക്കും എന്നത് കൺഫ്യൂഷൻ വന്നതാണ്. ബംഗ്ലാദേശിന് അനുവദിച്ചതാണ് ഇന്ത്യക്ക് എന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് അവിടെ കൊണ്ടുവന്നത്. അങ്ങനെയല്ല, ട്രംപിൻ്റെ വാക്കുകൾ മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ ട്രംപ് പറയുന്നു ഇന്ത്യക്ക് വേണ്ടി 21 മില്യൺ അനുവദിച്ചത് ഏത് കണക്കിനാണ്, അവർക്കത് ആവശ്യമില്ലല്ലോ, എന്തിനു വേണ്ടി നമ്മൾ കൊടുക്കുന്നു, ഇത് ലോട്ട് ഓഫ് മണി. അങ്ങനെയെങ്കിൽ അതൊരു ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വേണ്ടി ഉപയോഗിച്ചതാണോ, അങ്ങനെയെങ്കിൽ നമ്മൾ ഇന്ത്യൻ ഗവൺമെൻറ്റിനെ അറിയിക്കണം അത് എന്നാണ് പറയുന്നത്. അടുത്ത ശ്വാസത്തിൽ പറയുന്നു ബംഗ്ലാദേശിന് വേണ്ടി 29 മില്യൺ ചെലവഴിച്ചതിൻ്റെ കണക്ക് പറയുന്നു. ആ മില്യൺ ചെലവഴിച്ചത് ഒരു ദീർഘകാല അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഒരു എൻഡ് പീരീഡ് ഉണ്ട്. 2025 നവംബർ വരെ ചെലവഴിക്കാനായി വന്നതാണ്. അതിൽ 13.7 മില്യൺ ഡോളേഴ്സ് ചെലവഴിച്ച് കഴിഞ്ഞു. ബാക്കി തുക ഇപ്പോൾ ഫ്രീസ് ചെയ്ത കൂട്ടത്തിൽ ഇലോൺ മസ്ക് നിർദ്ദേശിച്ചതനുസരിച്ച് അമേരിക്ക കംപ്ലീറ്റ് എയ്ഡ് ഫ്രീസ് ചെയ്ത കൂട്ടത്തിൽ അതും ഫ്രോസനായി മാറിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ദേ ഹാവ് ഈൽഡഡ് റിസൾട്ട്. അമേരിക്ക അവിടെ ചെലവഴിച്ചു എന്ന് ട്രംപ് പറയുന്നു. ചെലവഴിച്ചിട്ടുണ്ടാകണം തീർച്ചയായിട്ടും. അത് മുഖവിലേക്ക് എടുത്താൽ ഒരു ഭരണകൂടത്തെ മാറ്റിയെടുക്കുന്നതിന് ആ പണം ഉപകാരപ്പെട്ടു എന്ന് വേണമല്ലോ കരുതാൻ. അപ്പോൾ ഇതിന് പ്രയോജനമുണ്ടാകുന്നുണ്ട്. ഇന്ത്യയിൽ എങ്ങനെയാണെങ്കിൽ ഈ ഒരു ഭരണകൂടത്തെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഈ തുക. എനിക്ക് തോന്നുന്നില്ല, വ്യക്തിപരമായി എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും 21 മില്യൺ എന്ന് പറയുന്നത് വലിയ എമൗണ്ടൊന്നുമല്ല. 180 കോടി എന്ന് പറയുന്നത് വലിയ എമൗണ്ട് അല്ല. അപ്പോൾ ആ ഒരു എമൗണ്ട് കൊണ്ട് ഇന്ത്യയുടെ എല്ലാ വ്യവസ്ഥയെയും മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് പൊതുജന അഭിപ്രായം രൂപീകരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ മാധ്യമങ്ങളിലേക്ക് അത് വന്നിട്ടുണ്ട് എങ്കിൽ, ഉണ്ടെന്ന് തെളിയിക്കാൻ എൻ്റെ കയ്യിൽ സ്ഥിതിവിവര കണക്കുകളില്ല, ഉണ്ട് എങ്കിൽ മാധ്യമപ്രവർത്തകർ, ഈ 86 പേരുടെ പേര് പറയുന്നതിൽ 10 പേര് മലയാളികളാണ്. അതിൽ ഒരുപക്ഷെ രാഷ്ട്രീയക്കാരും മാധ്യമപ്രവർത്തകരും ഒക്കെ ഉണ്ടാവാം. ആ ലിസ്റ്റ് എനിക്ക് എൻ്റെ കൈവശമില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. അങ്ങനെയെങ്കിൽ മാധ്യമങ്ങളിലൂടെ
ഒരു വലിയ ഒരു നറേറ്റീവ് കൊടുക്കുകയാണ്. ജനമനസ്സുകളെ ഇളക്കാൻ സാധിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണല്ലോ മാധ്യമങ്ങൾ. ആ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന ഒരു ചിത്രം അല്ലെങ്കിൽ അർത്ഥസത്യങ്ങളും ഫോൾസ് നറേറ്റീവുകളും ഒക്കെയായി ജനങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു പരിധിവരെ ഇലക്ട്രൽ ഔട്ട്കമ്മിനെ സ്വാധീനിക്കാം. ഇവിടെ ഇതിനേക്കാൾ ആഴതലങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി കഴിഞ്ഞാൽ എന്തിന് അമേരിക്ക ജനാധിപത്യവൽക്കരണം വിതിൻ കോട്ട്സ് ജനാധിപത്യവൽക്കരണത്തിന് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ വർദ്ധിപ്പിക്കുന്നതിന് പണം നൽകണം? പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അത്ര പോസിറ്റീവ് കാര്യങ്ങളല്ല. ജനകീയ പ്രക്ഷോഭങ്ങൾ, ഗവൺമെൻറ്റിനെതിരെ നടത്തുന്ന ജനകീയ പ്രക്ഷോഭങ്ങൾ, അതിൽ ചിലയിടത്ത് ന്യായമുണ്ടാകാം, ചിലത് അന്യായമുണ്ടാകാം. ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് വേണ്ടി വിദേശത്ത് നിന്നും ഇൻഡയറക്റ്റായി ഏജൻസികൾ വഴി, കൺസോർഷ്യം ഏജൻറ്റ് വഴി പണം എത്തുന്നുണ്ട് എങ്കിൽ വിദേശ രാജ്യങ്ങളുടെ ചില താല്പര്യങ്ങളാണ് പ്രക്ഷോഭകാരികൾ അറിയാതെ അവരിലൂടെ നടത്തപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ജനാധിപത്യ വ്യവസ്ഥ ശിഥിലീകരിക്കപ്പെടും. അങ്ങനെ ഭരണമാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ തങ്ങൾക്ക് കൂടി സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ഭരണകൂടം നിലവിൽ വരും. അങ്ങനെയാണ് മുഹമ്മദ് യൂനിസിൻ്റെ ഭരണകൂടം ബംഗ്ലാദേശിൽ നിലവിൽ വന്നത്. അവിടെയാണ് ജോർജ് സോറോസിനെ പോലെയുള്ള ഡീപ് സ്റ്റേറ്റ് ആക്ടേഴ്സിൻ്റെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. അങ്ങനെയെങ്കിൽ വെളിയിലിരുന്നു കൊണ്ട് ബംഗ്ലാദേശിൻ്റെ ഭരണകൂടം എന്തെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ് തീരുമാനങ്ങൾ എടുക്കണം, വ്യാവസായികമായി എന്ത് നയം രൂപീകരിക്കണം, അപ്പോൾ രാജ്യത്തിൻ്റെ നയരൂപീകരണത്തെ തന്നെ സ്വാധീനിക്കുന്ന രീതിയിലേക്ക് ആ ഇൻട്രസ്റ്റ് വളരുന്നു. അതിനുവേണ്ടി അവർ ചെലവഴിക്കുന്നതോ തുച്ഛമായൊരു എമൗണ്ടാണ്. ഇവിടെ നോക്കൂ, ഇതിന് 486 മില്യനാണ് ഈ മൊത്തം ചെലവഴിക്കുന്ന തുക ഈ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി. അതായത് മൊത്തം USAID അല്ല ഉദ്ദേശിക്കുന്നത്, മൊത്തം USAID അല്ല, ഈ പറയുന്ന ജനാധിപത്യവൽക്കരണത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന തുക അതാണ്. അതിലൊരു ചെറിയ പങ്കേ ഉള്ളൂ. 21 മില്യൺ ഇന്ത്യക്കും 29 മില്യൺ ബംഗ്ലാദേശിനും, പിന്നെ വേറെ ഏതാണ്ട് 10-20 മില്യൺ തുക നേപ്പാളിനും, അതുപോലെ ചില യൂറോപ്യൻ രാജ്യങ്ങൾക്കുൾപ്പെടെ മോൾഡോവ പോലെയുള്ള രാജ്യങ്ങൾക്കുൾപ്പെടെ ഫണ്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ഇതെല്ലാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജനാധിപത്യവൽക്കരണം എന്ന പേരിൽ നടത്തുന്ന കാര്യങ്ങൾ. ഇങ്ങനെയുള്ള അമേരിക്കയുടെ കുൽസിതമായ ശ്രമങ്ങളെ ഡൊണാൾഡ് ട്രംപ് തള്ളിപ്പറയുന്നു. അതുകൊണ്ടാണ് മുൻ ഭരണാധികാരികൾ, പ്രത്യേകിച്ച് ബൈഡൻ, ഡൊണാൾഡ് ട്രംപിന് അറിയാവുന്നത് ബൈഡൻ്റെ ഭരണകാലത്തെ കാര്യങ്ങളാണ്. അദ്ദേഹം പൂർണ്ണമായി ബൈഡനെ അഡ്മിനിസ്ട്രേഷൻ ചെയ്ത എല്ലാ കാര്യങ്ങളും തള്ളി അങ്ങ് പറയുകയാണ്. ആ ബൈഡൻ അഡ്മിനിസ്ട്രേഷനിൽ ഇങ്ങനെ ചെയ്തു. ഇപ്പോഴത്തെ അമേരിക്കൻ സർക്കാർ നേരെ പോ, ഞങ്ങൾ കഠിനമായ ടാക്സ് ചുമത്തും, റിറ്റാലിയേറ്ററി ടാരിഫ് ഞങ്ങൾ ചുമത്തും, എന്തിനു ഒരു നിയതമായ രീതി വേണം എന്നാണ് ട്രംപ് പറയുന്നത്. അതായത് US ഫണ്ട് വിനിയോഗത്തിൽ നിയന്ത്രണം വേണം, സുതാര്യതയും വേണം, അത് ഉറപ്പുവരുത്തണം. അതിനാണ് എലോൺ മസ്കിൻ്റെ നേതൃത്വത്തിൽ ഡോജ് ഫോം ചെയ്തത്. അതുകൊണ്ടാണ് ഡോജ് ഫോം ചെയ്തതിൻ്റെ പിന്നിൽ തന്നെ അതുകൊണ്ടാണല്ലോ സാർ ഇതൊക്കെ ചിത്രത്തിൽ വന്നത്. അതുകൊണ്ടാണല്ലോ ഡോജ് ഫോം ചെയ്ത് ഇലോൺ മസ്ക് ആണ് ഇത് കണ്ടെത്തി പറഞ്ഞത് ഇത്ര തുക കൊടുത്തിട്ടുണ്ട് എന്ന്. ഇതൊക്കെ ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സ് ആയിരുന്നു എക്കാലത്തും. ശ്രീ അനിൽ നമ്പ്യാർ, എക്കാലത്തും ഈ കാര്യങ്ങളെല്ലാം ക്ലാസിഫൈഡ്. ചോദിച്ചാൽ വിവരാവകാശം, ഇവിടുത്തെ വിവരാവകാശമല്ല, അവിടുത്തെ കാര്യങ്ങൾ ചോദിച്ചാൽ നോ വി കാൻ ഷെയർ ഇറ്റ് ബിക്കോസ് ദീസ് ആർ ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സ്, സ്റ്റേറ്റ് സീക്രട്ട് ആണ്, അത് വെളിയിൽ പറയില്ല. അപ്പോൾ ട്രംപ് വന്നിപ്പോൾ പറയുകയാണ്, ഇവിടെ ഞങ്ങൾക്കിനി അരമന രഹസ്യമില്ല, അങ്ങാടി പരസ്യങ്ങളേ ഉള്ളൂ. നിങ്ങളറിയൂ, അമേരിക്കൻ ജനതയോട് പറയുകയാണ്, നിങ്ങളറിയൂ ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് എന്ന് പറയുകയാണ്. അപ്പം ഇനി ഒരുപക്ഷെ മുൻ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ പല വധങ്ങളെക്കുറിച്ചും ഒക്കെ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ചില തുറന്ന പറച്ചിലുകൾ ഉണ്ടാകാം. അപ്പോൾ ക്ലാസിഫൈഡ് ഡോക്യുമെൻറ്റ്സ് ഒന്നൊന്നായി പുറത്തു വരികയാണ്. ആ ക്ലാസിഫൈഡ് ഡോക്യുമെൻറ്റ്സിലാണ് പറയുന്നത് എന്ത് പർപ്പസിന് വേണ്ടിയാണ് അമേരിക്ക ഈ തുക ചെലവഴിച്ചത്, എന്തായിരുന്നു അമേരിക്കയുടെ ഉദ്ദേശമെന്ന് നമ്മളിവിടെ ഇരുന്ന് ഊഹിക്കുകയാണ്. പക്ഷേ അമേരിക്കയുടെ പ്രസിഡന്റ് തന്നെ ക്ലാസിഫൈഡിനെ ഡീക്ലാസിഫൈഡ് ആക്കി കഴിയുമ്പോൾ ആ രേഖകളെല്ലാം വെളിയിൽ വരും. അതിന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ രേഖകൾ വെളിയിൽ വരുമ്പോൾ മാത്രമേ അറിയൂ ആർക്കൊക്കെയാണ് ഈ ഫണ്ട് എത്തിയത്, എന്ത് പർപ്പസായിരുന്നു, ഇൻറ്റൻഡഡ് പർപ്പസ്, അതിൽ ഇടപെട്ടിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണ്, അത് വന്ന റൂട്ട് എന്തൊക്കെയാണ്. ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസ് പാർട്ടിയിലേക്ക് നേരിട്ട് ഫണ്ട് വന്നിട്ടില്ല എന്ന് കോൺഗ്രസ് പറയുന്നത് നമ്മൾ വിശ്വസിക്കണം. കാരണം അങ്ങനെ ഒരിക്കലും അത് ചെയ്യാനാവില്ല. പക്ഷേ കോൺഗ്രസിന് താല്പര്യമുള്ള രീതിയിൽ ഇലക്ട്രൽ ഔട്ട്കം വന്നിട്ടുണ്ടോ, ഇത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. മുൻകാലങ്ങളിൽ BJPക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിച്ചിട്ടുണ്ടോ? അപ്പോൾ ഒരു സീരീസ് ഓഫ് പ്രക്ഷോഭങ്ങൾ ഇന്ത്യയിൽ മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള സീരീസ് ഓഫ് കാര്യങ്ങൾ. അണ്ണാ ഹസാരെ അടിയന്തരാവസ്ഥ സമയം, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഇന്ദിരാഗാന്ധി പറഞ്ഞ കാരണം എന്താണ്? വിദേശത്ത് നിന്ന് ചില ശക്തികൾ ഭാരതത്തെ കുത്തിത്തിരിക്കാൻ ശ്രമിക്കുന്നു.
അത് വന്നിട്ടുണ്ടോ അന്വേഷിക്കേണ്ടതാണ്. ഓരോ ഭരണകൂടത്തിൻ്റെ കാലത്തും വന്നിട്ടുള്ള പല കാര്യങ്ങൾ ഇന്ത്യയിൽ ഒരുപാട് പ്രക്ഷോഭങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അഴിമതി വിരുദ്ധ പോരാട്ടം, അണ്ണാ ഹസാരയുടെ രാംലീല മൈതാനത്ത് നടന്ന പോരാട്ടം, അതിലെത്തിയ ആളുകൾ, അവരുടെ യാത്രാ സൗകര്യങ്ങൾ, അവർക്ക് ഇവിടുന്ന് പണം വന്നു, ഇത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. അതിൻ്റെ ബെനിഫിഷ്യറി ഒരു പക്ഷേ കോൺഗ്രസ് അല്ല, BJP ആണ് അതിൻ്റെ ബെനിഫിഷ്യറി. പിന്നീട് വന്ന കർഷക പ്രക്ഷോഭം, പൗരത്വ ഭേദഗതി ബില്ലിന് എതിരെ നടന്ന അതിഗംഭീരമായ പ്രക്ഷോഭം, ഇതൊക്കെ ആളുകളെ ഒരുക്കുന്നത് സ്വാഭാവികമായി എത്തിച്ചേർന്നതാണോ അതോ വിദേശത്ത് നിന്നും കടന്നു വന്ന പണം കൂടി ഇൻവോൾവ് ആണോ? സമഗ്രമായ അന്വേഷണത്തിലൂടെ മാത്രമേ സത്യാവസ്ഥ നമുക്ക് വെളിയിൽ വരാൻ സാധിക്കൂ.